സ്വാഗതം സ്വാഗതം സ്വാഗതം. ഞാൻ ഈ നിലവിളക്ക് കൊളുത്താൻ വേദിയിലേക്ക് കയറുമ്പോൾ എന്നെ ഒരു വല്ലാത്ത കുറ്റബോധം അലട്ടി. ഈ കോൺക്ലേവ് ഉണ്ടാക്കുന്ന ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നിസ്സാരമല്ല. കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടുകളായി ഈ വിഷയം എല്ലാവരിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അദ്ദേഹം നടത്തിയ തീവ്രമായ പരിശ്രമങ്ങളുടെ ഒരു പരിസമാപ്തിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. നമസ്കാരം. വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റ് അവതരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിൽ ഒന്നായിരുന്നു കേരള സമുദ്ര മിഷൻ. എങ്ങനെയാണ് സർക്കാർ ഈ ഒരു ആശയത്തിലേക്ക് എത്തിയത് എന്നുള്ള കാര്യം പല മലയാളികളിലും ഉയർന്നു വരുന്ന ചോദ്യമാണ്. എന്തായാലും വലിയൊരു ആശയമായിരുന്നു കേരള സമുദ്ര മിഷൻ എന്നുള്ള പ്രഖ്യാപനം. ഈയൊരു പ്രഖ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി കേരളത്തിലുണ്ട്. അതായത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖ വിദഗ്ധനാണ് അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് വി.ഡി. സതീശൻ ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ഹോട്ടൽ ഡിമോറയിൽ നടന്ന കേരള സമുദ്ര മിഷൻ എന്ന പരിപാടിയിൽ സംസാരിച്ച വാക്കുകൾ നമുക്ക് ആദ്യം കേൾക്കാം. ബഹുമാന്യരായ മന്ത്രിമാർ ശ്രീ മോൻസ് ജോസഫ്, ശ്രീ പി വിശ്വനാഥ്, ഈ കോൺക്ലേവിൻ്റെ സംഘാടകരായ പ്രിയങ്കരനായ ശ്രീ നാണു വിശ്വനാഥൻ, അഡ്വക്കേറ്റ് ശ്രീ ഗൗതം വിശ്വം, വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ നിലവിളക്ക് കൊളുത്താൻ വേദിയിലേക്ക് കയറുമ്പോൾ എന്നെ ഒരു വല്ലാത്ത കുറ്റബോധം അലട്ടി. കാരണം ശ്രീ നാണു വിശ്വനാഥൻ്റെ അവതരണവും ഈ വിഷ്വൽസും കണ്ടപ്പോൾ രാവിലെ മുതൽ ഇത് തീരുന്നത് വരെ ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ടിയിരുന്ന ഒരാളായിരുന്നു ഞാൻ എന്നെനിക്ക് ഒരു കുറ്റബോധമുണ്ട്. പക്ഷെ ഇന്ന് ക്യാബിനറ്റ് മീറ്റിങ്ങും മുൻകൂട്ടി നിശ്ചയിച്ച ഒരുപാട് മീറ്റിങ്ങുകളും സംഘാടകൻ 5 മണിക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ്. സത്യത്തിൽ എല്ലാ പരിപാടികളും മാറ്റിവെച്ച് ഇന്ന് മുഴുവൻ സമയം ഇവിടെ ഇരിക്കേണ്ടിയിരുന്ന ഒരാളായിരുന്നു എന്നാണ് തോന്നുന്നത്. ഈ കോൺക്ലേവ് ഉണ്ടാക്കുന്ന ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നിസ്സാരമല്ല. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ഈ വിഷ്വൽ ഒരുക്കിയിരിക്കുന്നത്. കാരണം ഇപ്പോഴും ഒരുപാട് സ്വപ്നങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടുകളായി ഈ വിഷയം എല്ലാവരിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അദ്ദേഹം നടത്തിയ തീവ്രമായ പരിശ്രമങ്ങളുടെ ഒരു പരിസമാപ്തിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഒരു വലിയ തുടക്കത്തിന്റെ അതുകൊണ്ടാവും ഒരു വലിയ ആരംഭം കൂടിയാണ് ഇത്. ഞാൻ യഥാർത്ഥത്തിൽ ഒരു ചരിത്ര വായനക്കാരനായതുകൊണ്ട് ചരിത്ര വായന അതൊക്കെ മാരിടൈം ഹിസ്റ്ററിയിലേക്ക് പണ്ട് മാറി. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ, കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ അപ്പം മാരിടൈം ഹിസ്റ്ററി വായിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തുർക്കി കോൺസ്റ്റാന്റിനോപ്പോൾ കീഴടക്കിയപ്പോഴാണ് യൂറോപ്യൻസിന് വേറെ റൂട്ട് കണ്ടുപിടിക്കേണ്ടി വന്നത്. അങ്ങനെയാണ് വാസ്കോ ഡ ഗാമ നമ്മുടെ കാപ്പാട് ബീച്ചിൽ എത്തിയത്. അതൊക്കെ മാരിടൈം ഹിസ്റ്ററിയിലെ വളരെ രസകരമായ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ടാണ്. മാരിടൈം ഹിസ്റ്ററി ലോകത്ത് ഒരുപാട് ചരക്ക് വ്യാപാരങ്ങൾ പണ്ട് മുതലേ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപേ നടന്നിരുന്നു എന്ന് തന്നെയാണ്. ഇപ്പം മുസരീസ് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് കൊച്ചി എൻ്റെ പറവൂരിനും കൊടുങ്ങല്ലൂരിനും ഇടയിൽ ഒരു തുറമുഖമുണ്ടായിരുന്നു. ആ തുറമുഖത്തിന് ലോകത്തിലെ 31 രാജ്യങ്ങളുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു. നമ്മുടെ സ്പൈസസ് ആണ് അവരെ മുഴുവൻ ഇങ്ങോട്ട് കേരളത്തിലേക്ക് ആകർഷിച്ചത്. പിന്നെ അത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടെ പറഞ്ഞതുപോലെ 10,000-ലധികം കിലോമീറ്റർ ദൂരമുള്ള തീരദേശമുള്ള ഒരു സമുദ്ര രാജ്യം കൂടിയായി കേരളം മാറുന്നത്. പോർച്ചുഗീസുകാർ വരുന്നത്, പിന്നെ ഡച്ചുകാർ വരുന്നത്, പിന്നെ ബ്രിട്ടീഷുകാർ വരുന്നത്, പോർച്ചുഗീസുകാരുമായി സാമൂതിരി രാജാവ് ഏറ്റുമുട്ടുന്നത്, കുഞ്ഞാലിമരക്കാർ നടത്തിയ വലിയ പോരാട്ടം, കടലിൽ നടത്തിയ വലിയ പോരാട്ടം, പരാജയപ്പെട്ടെങ്കിലും വീരോചിതമായ എന്തായാലും കേരള സമുദ്ര മിഷനെ കുറിച്ച് വാതോരാതെ വാചാലനായാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്നലെ ഹോട്ടൽ ഡിമോറയിൽ സംസാരിച്ചിരിക്കുന്നത്. ഇതിനിടയിലാണ് പെട്ടെന്ന് സ്റ്റേജിലെ വൈദ്യുതിക്ക് സാങ്കേതിക തകരാർ നേരിടുന്നത്. അതായത് സ്റ്റേജിലുള്ള മുഖ്യമന്ത്രി സംസാരിച്ചു കൊണ്ടിരുന്ന മൈക്കും അതുകൂടാതെ LED വാളും
പെട്ടെന്ന് ഓഫാവുകയായിരുന്നു. എന്തായാലും വളരെ നല്ലൊരു പരിപാടിയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കേരളത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി അതായത് തുറമുഖ വ്യവസായത്തെക്കുറിച്ച് ഇത്രയും വാചാലനായി, അതുകൂടാതെ കൂടുതൽ അറിവ് പകർന്നുകൊണ്ട് സംസാരിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.